നിയമസഭയ്ക്ക് പുറത്ത് ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ നിയമസഭയ്ക്ക് അകത്തു നിന്നുള്ള മറ്റൊരു വാർത്ത. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള എഥനോൾ ഉൽപാദനത്തിന് അപേക്ഷകൾ ലഭിച്ചാൽ ഇനിയും അത് പരിഗണിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. മദ്യ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് എന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മറ്റ് കമ്പനികൾ അറിയാതെ ഒയാസിസ് മാത്രം എങ്ങനെ സർക്കാരുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. 23-24 മദ്യനയത്തിന്റെ ഖണ്ഡിക 24 വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, സർ, നയത്തിലെ ഈ മാറ്റം ആദ്യം അറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർ, ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ ഇലപ്പുള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് IOCയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും, ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്.